That's the first phase of narcissism where they love bomb you. And how long was that phase for you? It's like you can't differentiate it, because like 2 Tell years, the relationship itself is trans. What do you know about me? What do you know about my life? No one knows. So it's okay. മലയാളികൾക്ക് മലർ, അന്യ സംസ്ഥാനക്കാർക്ക് അനുപമ പരമേശ്വരൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു ഡേറ്റിങ്ങിലായിരുന്നു. പറയാതെ പറയുന്നുണ്ടായിരുന്നു. ഇവരായിട്ട് റിവീൽ ചെയ്യാത്തൊരു കാര്യം ഫാൻസുകാരും ഇവരെ ആരാധിക്കുന്നവരും ഇതൊക്കെ കാണുന്നവരും എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ കുത്തിപ്പൊക്കെ കാണാനിടയുള്ള സാഹചര്യം എന്തൊക്കെയാണ്. ഒരേ ലൊക്കേഷനിൽ നിന്നുള്ള 2 പേരുടെ പ്രൊഫൈലിനകത്തും 2 ഫോട്ടോസ് വരുന്നു, അനുപമയുടെയും ധ്രുവിൻ്റെയും. ധ്രുവ് വിക്രമിൻ്റെ മോൻ. ധ്രുവ് ഇടുന്ന ഒരു ക്യാപ്ഷൻ്റെ പകുതി ഭാഗം ചിലപ്പം അനുപമയായിരിക്കും അവരുടെ പ്രൊഫൈലിൽ ഇടുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ നല്ല സ്ട്രോങ് റിലേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം. എന്നാൽ ഇതിനകത്തുണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന് ഒരു സ്റ്റോറി മുഖാന്തരം ബ്രേക്കപ്പ് ആക്കുകയും ബ്രേക്കപ്പിന് ശേഷം അതിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകൊണ്ടിരിക്കുകയാണെന്നും എല്ലാം അനുപമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അനുപമയുടെ മലയാളത്തിലുള്ളൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്കിനെ അതിൻ്റെ താഴെ വന്ന കുറച്ച് കോമൻസ് ഉണ്ട്. അത് വായിച്ചപ്പോഴാണ് ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ചധികം ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സത്യസന്ധമായ കാര്യമെന്ന് എനിക്ക് ഈ അവസരത്തിൽ ഇതിനെ പറയാനുള്ളൂ. അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ആ കോമൻസ് ഒന്ന് വായിച്ച് കാണിക്കാം. ഇത്രയും ഫെയിമുള്ള ഒരാൾ നാർസിസിസ്റ്റിനെ പറ്റി പറയുന്നത് ആദ്യമായിട്ടാവും. ദ കറേജ് ഈസ് അപ്രിഷ്യബിൾ ആൻഡ് ഫീൽ സോ ഹാപ്പി ദാറ്റ് യു ഹീൽഡ് ആൻഡ് മൂവ്ഡ് ഓൺ. പലരും നമ്മൾക്ക് പുറമേ കാണുന്ന ആളെ ആവില്ല ശരിക്കും. പച്ചവെള്ളം ചവച്ചരച്ച് കഴിക്കുന്ന അത്രയും പാവമെന്ന് എല്ലാവരും മനസ്സിൽ ഇമേജ് ഉണ്ടാക്കുകയും അവരുടെ തെറ്റുകൾ ഫ്ലിപ്പ് ചെയ്ത് നമ്മളെ തലയിലിട്ട് നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റുകാരനാക്കാനുള്ള പ്രത്യേക കഴിവ് നാർസിസിസ്റ്റിനുണ്ട്. ഈവൻ നമ്മുടെ സ്വയം തോന്നും നമ്മളാണ് തെറ്റ് ചെയ്തത് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് ആ റിലേഷൻഷിപ്പിന് പുറമേ വരുന്നതെല്ലാം ഈസി അല്ല. ബട്ട് യു ഡിഡ് ബ്രേവ് ഗേൾ. ഓക്കെ, വാട്ട് ഷീ ടോൾഡ് അബൌട്ട് നാർസിസിസ്റ്റ് അബ്യൂസ് ഈസ് 100% accurate. ഷീ റിയലി നീഡ് എ ഹഗ്. Girls must beware of this kind of humans. Okay, this is the first time I am seeing Anupama talking true in an interview. She is explaining each and every characteristics of my ex. അതായത് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് നാർസിസിസ്റ്റ് സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും മറ്റൊരാളുടെ മേളിൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി ഏത് രീതിയിലും പോവുക. ഇത് മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കണമായിരിക്കും അതിനകത്തൊരു അബ്യൂസും കൂടെ കയറി വരുന്നത്. അല്ല, സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾ അത് വലുതാണ്. സ്വയം സ്നേഹിക്കുക, സ്വയം പൊങ്ങുക, സ്വയം വലുതാണെന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. ഈ ഒരു സംഭവമാണ് നാർസിസിസ്റ്റ്. അതിനെ അബ്യൂസും കൂടെ ആവുമെന്ന് വെച്ചാൽ അതിനകത്തൊരു മറ്റൊരു പേഴ്സൺ വരുമ്പോഴത്തേക്കിന് ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ആ ആളെ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം അതിൽ ആ ആൾക്ക് വേണ്ടിയിട്ട് ആ ആളെ ഏത് രീതിയിലും പിടിച്ചെടുക്കുക. എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കണ്ടുള്ള സിനിമയായിരിക്കും വെള്ളിമൂങ്ങ സിനിമയ്ക്കകത്തുള്ള ആ ബിജു മേനൻ കാണിച്ചിട്ടുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടർ ഇതിന് വ്യക്തമായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആ സിനിമയിൽ മൊത്തം വന്നിട്ട് അതിനവസാനം അതിനകത്തൊരു പ്രണയം വന്ന് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്വന്തം താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നത്. ആ പെണ്ണ് അവസാനം അവൻ്റെ കവളത്തൊരു അടി കൊടുക്കും, ഇങ്ങനെ കാണിച്ചു പോകുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മ ആ ഒരു സമയകാലങ്ങളിൽ നോക്കുമ്പോഴത്തേക്കിന് ഒരുപാട് വീട്ടുകളിൽ ഇത് കോമൺ ആയിരുന്നു. അത് ഭർത്താവിനോടുള്ള സ്നേഹമായിട്ട് ആൾക്കാർ കാണുമായിരുന്നു. ഭർത്താവ് പറയുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടേ നടക്കത്തുള്ളൂ, അത് ഭർത്താവിന് ഇഷ്ടമല്ലേ, പിന്നെ ഞാൻ വേറെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ജനറേഷൻ മാറിയപ്പോഴത്തേക്കിന് അതൊരു കുറ്റമായിട്ട് മാറി, അതിൻ്റെ ഒരു പ്രത്യേക പേര് വന്ന് നാർസിസിസ്റ്റ്. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു നാർസിസിസ്റ്റിക് അബ്യൂസ്, സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ആഗ്രഹത്തിനും വേണ്ടിയിട്ടും. അപ്പം ആ ഒരു ജേണിയിൽ കടന്നുപോയ ഒരു മലയാളിയായിട്ടുള്ള തെന്നിന്ത്യൻ നടി, അത്രേ ഉള്ളൂ. ആ പുള്ളിക്കാരി ഇതിനകത്ത് ധ്രുവ് ജോലുമായിട്ട് നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്കിതിനകത്ത് കണക്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? ചിലപ്പോൾ വീട്ടിൽ നിന്നും പഠിച്ച കുറച്ച് കാര്യങ്ങളായിരിക്കാം ധ്രുവ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെ ധ്രുവിൻ്റെ അമ്മ അല്ലെങ്കിൽ വിക്രത്തിൻ്റെ ഭാര്യ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഓപ്പണായിട്ട് പറയുക, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഓപ്പണായിട്ട് വന്നിട്ട് ഇവരൊരു ഫാമിലി ഇൻ്റർവ്യൂ പോലെ, അതായത് ലാലേട്ടൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു, ലാലേട്ടൻ്റെ മകനോ മോളോ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കിന് അവർ ഫാമിലി ആയിട്ട് വന്നിരുന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു സാധനം നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ ആരെയും അടച്ചു വെക്കുന്നില്ല.
എല്ലാവരും തുറന്നു വിടാനായിട്ടുള്ളൊരു സ്പേസ് കാണിക്കുന്നുണ്ട്. ഈവൻ മമ്മൂക്കയുടെ ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക വൈഫ്, കുഞ്ഞ്, ദുൽഖറിൻ്റെ വൈഫ്, മോള് വന്നിട്ടുണ്ട്. പൃഥ്വിൻ്റെ വൈഫ്, കുഞ്ഞിനെ അത്ര റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ വൈഫ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിലവിൽ നിൽക്കുന്നതാണ്. ഇന്ദ്രജിത്ത് നോക്കിയാലും, പൂർണിമ നോക്കിയാലും, വാട്ട് എവർ, ഫഹദ് നോക്കിയാലും, ആരുടെ നോക്കിയാലും, ടൊവിനോ നോക്കിയാലും, ആരുടെ നോക്കിയാലും ഇത് കാണാൻ സാധിക്കും. വിക്രത്തിൻ്റെത് ഞാൻ കണ്ടിട്ടില്ല. സൂര്യ, എക്സ്പെഷ്യലി സൂര്യ ഉണ്ട്. വിജയുടെ അമ്മ, അച്ഛൻ, വൈഫ് വന്നിരുന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അല്ലേ? വൈഫിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പക്ഷെ ഇതൊന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ എവിടെയോ കുടുംബത്തിൽ നിന്നും പഠിച്ച കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായേക്കാം. അതായിരിക്കാം വളർന്നു വന്ന സാഹചര്യം ഇതിനകത്ത് ഡിപ്പെൻഡഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് വരാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ബ്രേക്കപ്പ് ഇട്ട് അതിൽ നിന്നും ഹീൽ ചെയ്ത് ഈ പെൺകുട്ടി റിക്കവറായി പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ, നമ്മുടെ അല്ല പുറത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു ആൻസർ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാണാം. അതിനുശേഷം ഈ ഇൻ്റർവ്യൂ മസ്റ്റായിട്ട് ഗേൾസ് കാണേണ്ടതാണ്. പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ ഇൻ്റർവ്യൂ കാണുക, ഇതിനകത്ത് എന്താണ് പറയുന്നത് മനസ്സിലാക്കുക. അത് ജസ്റ്റ് ഒരു വീഡിയോ എനിക്കൊരു വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കിടയിൽ ഇതുപോലൊരു സാഹചര്യമുണ്ട്, നിങ്ങൾ ഇതുപോലൊരു റിലേഷൻഷിപ്പിലാണ് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുക. അതിനകത്തുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുക. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്വന്തം മക്കൾ ഇതുപോലൊരു റിലേഷൻഷിപ്പിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്കറിയാം സ്വന്തം മകൾ കല്യാണം കഴിച്ചിട്ടാണ് നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും ആ മകൾ അതിനകത്ത് ടോളറേറ്റ് ചെയ്ത് പോയിക്കോട്ടെ എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സിംറ്റംസ്, കുറച്ച് ഉപദേശങ്ങൾ, ഒരു തിരിച്ചറിവ് ചിലപ്പം ഈ പെൺകുട്ടി പറയുന്നതിനകത്തുനിന്ന് വരാം. കാരണം ഇതൊരു പവർഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. കാരണം ഇതുപോലൊരു ഫെയിമിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇതുപോലൊരു ഇൻ്റർവ്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സംതിങ് ഹാപ്പൻഡ്, അത്രേ ഉള്ളൂ. ഓക്കെ. You are someone who stayed very private yet connected to the fans through your social media accounts. Endukante you have done reels anta kuda, but venting it out, whatever happened in the past few days through social media, was that really necessary? It's my social media. I decide what to post. I was not venting it out. I was just talking about a transition of a woman, and I feel proud that I did that. Okay. Isn't it that blaming the other side? What do you know about me? What do you know about my life? No one knows. So it's okay. It's our Instagram. We post whatever we like. Right. That's it. That's it. അതായത് സ്വന്തം ഇൻസ്റ്റാഗ്രാം വഴി ധ്രുവ് എന്ന് പറയുന്ന ഒരാളെ ടോക്സിക് ആണെന്ന് ചിത്രീകരിക്കുന്ന സ്റ്റോറീസ് ഇടുന്നതിലും സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഇടുമ്പോഴത്തേക്കിന് അത് ശരിയാണോ എന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കിന് അതെൻ്റെ ഇൻസ്റ്റാഗ്രാമാണ്, എനിക്ക് കാണിക്കേണ്ട കാര്യങ്ങൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അനുഭവിച്ച കാര്യങ്ങളായിരിക്കും തീർച്ചയായിട്ടും ഈ പെൺകുട്ടി ഇതിനകത്ത് പറയുന്നത്. അനുഭവിച്ച കാര്യങ്ങളാണെന്നുള്ളത് ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇത് കാണേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തൂ. ഇടയ്ക്കിടയ്ക്കൊന്നും വെച്ച് ഈ സാധനം ഇട്ട് കളയരുത്. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവർ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വ്യക്തമായിട്ട് ഹൈപ്പ് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂ പാർട്സിലേക്ക് നീങ്ങാം. ഇത് ഫുള്ളായിട്ട് കാണണം. കണ്ടു കഴിഞ്ഞാലേ അത് കാണും. Tell me about the beginnings of this relationship. We have spoken before, and we are not talking about who the person is. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ ബേസിക്കലി അവയർനെസ് ഇല്ല. അത് പറയുന്നതിന് മുന്നേ വോട്ട് ഐ ടു സേ ഇസ്, ഇപ്പം ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടതിന് ശേഷമുള്ള മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള ആ ട്രിഗർ കണ്ടപ്പോഴാണെങ്കിലും ആ ഇൻ്റർവ്യൂവിലുള്ള ചോദ്യം കണ്ടപ്പോഴാണെങ്കിലും പല തരത്തിലുള്ള റിയാക്ഷൻസ് കണ്ടപ്പോൾ ലൈക്ക് ഇൻ ബിറ്റ്വീൻ ദാറ്റ്, ഇതിപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒരു മോർ ദൻ 1 month ആയി ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത ആ ഒരു ബ്രേക്കപ്പ് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. പക്ഷേ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ റിയാക്ഷൻ ടു ദാറ്റ് പോസ്റ്റ് ഇസ് ആക്ച്വലി വാട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണോ വേണ്ടയോ, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എൻ ഈസി തിങ് ടു സിറ്റ് ഡൗൺ ആൻഡ് ടോക്ക്. ആൻഡ് ദെൻ വിത്ത് ദ റിയാക്ഷൻ ഓഫ് ദി ഓഡിയൻസ് ഇസ് വൈ ആൻഡ് ഹൗ ഐ അണ്ടർസ്റ്റുഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദിസ് ഇസ് സീക്കിങ് അറ്റൻഷൻ. ദാറ്റ് മെയ്ഡ് മീ തിങ്ക് എ ലോട്ട്. അപ്പം ഞാൻ ഈ ഹീലിംഗ് ടൈമിൽ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ജസ്റ്റ് ഐ എം റിയലി ഗ്ലാഡ്. നമുക്ക് യൂണിവേഴ്സ് പലതരത്തിലുള്ള റെഡ് ഫ്ലാഗ് കൊണ്ട് കാണിക്കും. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നടക്കുമ്പോൾ നമ്മളത് കാണില്ല. ചുറ്റുള്ള ആൾക്കാരെ കൊണ്ട് മൊത്തം പറയിപ്പിക്കും ദർ ഇസ് സംതിങ് റോങ് ഹാപ്പനിങ് ടു യു, ബട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഫൈനലി യൂണിവേഴ്സ് ഡിസൈഡ് ടു ക്രിയേറ്റ് എ വെരി ബിസാർ ugly situation in your life where you definitely have to see it right now. And that is the point where you flip. The moment you flip, you wanted to know what happened to you. I'm really glad that moment happened to me so fast.
അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ആ ഫോട്ടോ. ഒരുപാട് പെൺകുട്ടികൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പും ഒരുപാട് പെൺകുട്ടികൾ ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു ഭാഗമായിരിക്കും ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന, നല്ല പബ്ലിസിറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. കാരണം ഇന്ത്യ മൊട്ടാകെ അറിയുന്ന ഒരു പേരിൽ ഒരെണ്ണം അനുപമ തന്നെ. അതിപ്പം പ്രേമം കൊണ്ടായിക്കോട്ടെ പ്രേമം മീൻസ് പ്രേമം സിനിമയാകട്ടെ ഞാൻ ഉദ്ദേശിച്ചത്, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ. ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ വാലിഡേഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞ ആൾക്കാർ കോമൻറ്റ് ചെയ്തിരുന്നത്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന ടേം കൂടിയാണ്. പക്ഷേ എനിക്കറിയാം, എൻ്റെ സർക്കിൾസിൽ തന്നെ ഞാൻ പലവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ വേർഡ്സിനേക്കാളും കൂടുതൽ അത് ചെയ്യുന്ന ഡാമേജ് എത്ര ഡീപ്പായിട്ടുള്ള ഒരു ഡാമേജ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി വ്യൂവേഴ്സ്. ഇപ്പം ഇത് വളരെ ലൈറ്റ്ലി എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത് വെറുതെ ഒരു ടേമാണ്, അത് എല്ലാവരും ഫ്ലിപ്പൻ്റ്ലി യൂസ് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം കുറ്റം, നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയാതെ വേറൊരാളെ കുറ്റപ്പെടുത്താൻ എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അതിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നാർസിസിസ്റ്റിക് അബ്യൂസ് അത് എന്താണെന്ന് ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവില്ല. അത് നമുക്കൊരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ തീർച്ചയായും ഇതിനൊരു ഡെഫിനേഷൻ അറിയാത്തവർക്കും ഇതിന്റെ ഒരു ടൈറ്റിൽ അറിയാത്തവർക്കും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് അവരെന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവത്തില്ല. അവർ അബ്യൂസായി അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും അതിന്റെ റിയാലിറ്റി എന്തോന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അതറിയുമ്പോഴത്തേക്കിന് അവരുടെ സമയവും ജീവിതവും ഒട്ടനവധി കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഉണ്ട്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ നോക്കുക, ഇതിനകത്ത് വേറെ സംസാരിക്കാനൊന്നുമില്ല. സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള മുതലോ കാര്യങ്ങളോ നിങ്ങളുടെ സ്നേഹമോ മിസ്യൂസ് ചെയ്ത്, എന്നാൽ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് കൃത്യമായിട്ടൊരു വാല്യൂ കൊടുക്കാതെ നിങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ പറയുന്ന ഡ്രസ്സ്, ഈവൻ ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കിന് ആ ഡ്രസ്സ് പോലെ മറ്റേ ഡ്രസ്സ് ഇട്, അതായിരിക്കും നിനക്ക് നല്ലത്, അല്ലെങ്കിൽ അതിട്ടോണ്ട് എൻ്റെ കൂടെ വന്നാൽ മതി. ഈ രീതിയിലുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ അതിന് മെയിൽ ഡോമിനേഷൻ എന്നൊക്കെ പറയാതിരിക്കാം. എന്നാൽ ഇത് സ്നേഹത്തിൻ്റെ പുറത്ത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, സ്നേഹത്തിൻ്റെ പുറത്തും ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ പുറത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന എന്തോന്ന് നമുക്ക് മനസ്സിലാവും. അതിനപ്പുറം സ്നേഹത്തിൻ്റെ പുറമെ ഈ ഒരു സാധനം ഇതുപോലൊരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു അരമണിക്കൂറിലൂടെയോ നമുക്കൊരാളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ ഇമാജിൻ മൈ ഫാമിലി, മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സ്റ്റാഫ് who are there with me all the time, they all knew from the beginning it is not right for me, because they see a change in me. They see me shrink. When you're in a healthy relationship, you grow, you bloom, you be happy. ഈ നാർസിസിസ്റ്റിക് അബ്യൂസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് എ ലൗഡ് തിങ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അബ്യൂസ് ഡസൻ സ്റ്റാർട്ട് ലൈക്ക്, ഓ നമ്മളുടെ അടുത്ത് ഒരാൾ മോശമായിട്ട് നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് എപ്പോഴും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ പൊട്ട ആളാണെന്നാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നാർസിസിസ്റ്റിക് അബ്യൂസ് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ്സ് വെരി സൈലൻ്റ്. ഞാൻ പറയാൻ കാരണം ദർ ഇസ് ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. People think narcissist എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot, but actually they hate themselves. They're the most insecure people you can find. They have no self-worth. They are like empty vessel basically. So അവർക്ക് basically വേണ്ടത് control ആണ്, because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ സപ്ലൈ. സോ നൗ നമുക്ക് വിചാരിക്കാം അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. No, the opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള, a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them and they try to observe them. They kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാമെന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. They're extremely good performers. അവരുടെ വീടിൻ്റെ അകത്ത് അവരുടെ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്തൊരു രീതിയിലും when they step out of that house they're a total different person. They'll be the most charismatic, the most gentle, kind, shy. ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും ഇനി പറയാനായിട്ട് പോകുന്ന കുറച്ചധികം മിനിറ്റുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺവിൻസ് ആകുമായിരിക്കും. കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള ക്യാരക്ടറുകൾക്ക് എവിടെയോ ഇതുപോലൊരു സാമ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയുക. എൻ്റെ ചുറ്റുപാടും ഇതുപോലുള്ള കുറേ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും അതുപോലെ തന്നെ കാണും. സത്യമായിട്ടുള്ള കാര്യമാണ്. Charming, very very charming kind of people.
So in the initial days, they show a version of that to you, and they identify your weakness. അപ്പോൾ generally they target empaths who has a lot of empathy. അപ്പോൾ എൻ്റെ ഒരു വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം എൻ എംപാത്ത്. അവർ നമ്മുടെ ഈ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് ദേ ട്രൈ ടു കൈൻഡ് ഓഫ് മിറർ അസ്. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പം ഞാനൊരു കുറേ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ ദേ വിൽ ഓൾസോ ലൈക്ക് സ്ലോലി സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ദിയർ ട്രോമാസ് ആൻഡ് വാട്ട് എവർ ദേ വെൻ ത്രൂ. സോ വി സ്റ്റാർട്ട് കൈൻഡ് ഓഫ് ഫീലിംഗ് ഒരു എംപത്തി, ഒരു സിമ്പത്തി, കണക്ഷൻ തോന്നും. ദെൻ വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് അസ്. അപ്പോൾ ദിസ് പേഴ്സൺ വുഡ് വാണ്ട് ടു നോ മോർ അബൌട്ട് അസ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെക്കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് വൾണറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾണറബിൾ ആവുകയാണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് സോ റൈറ്റ്. ദേ ആർ വെരി വെരി കൺവിൻസിങ് വിത്ത് ദിയർ പെർഫോമൻസ് ദാറ്റ് ഇറ്റ് ഫീൽസ് സോ റൈറ്റ് that you get so connected to the person that you feel like എൻ്റെ അച്ഛനും അമ്മയും പോയിട്ട് എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. That is the love bombing phase. That's the first phase of narcissism where they love bomb you. And how long was that phase for you? It's like you can't differentiate it, you know, because like 2 years, അതായത് ഈ റിലേഷൻഷിപ്പ് ഇറ്റ് സെൽഫ് ഇസ് ട്രാൻസ്. ലൈക്ക് ഇതിനുള്ളിൽ കൂടെ തന്നെ പാരലലി അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, കൺട്രോളിങ് ഫേസ്. സ്ലോലി ദേ സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കാതെ ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ തരത്തിലുള്ള കൺട്രോളാണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്? ഇവരുടെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാം, ശരി ഈ ഡ്രസ്സ് നടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ബട്ട് ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടല്ല. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. And then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh, in the chetan, oh my God, he likes it so much. So let me buy one more churidar. Like that one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. നമ്മൾ തന്നെ അറിയുന്നില്ല മാറുന്നത്. We transform like that. Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent because my partner likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക്, ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകാൻ വയ്ക്കുക, ഓ ബേബി വൈ ഡു യു വാണ്ട് ടു വെയർ സ്ലീവ്ലെസ് ടുഡേ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. Maybe something other comfortable than you'll be like, oh, he cares for me so much, my sleeveless, oh right, I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? നമ്മൾ ഓപ്ഷൻസ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. Then it becomes mandatory that you send that person photos for permission, what you wear. And then you start wearing whatever that person decides. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ you post something and that person will come and say, you think that photo was appropriate, I think you should avoid that photo. അപ്പോൾ നമ്മൾ ഉടനടി ആ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് we delete that picture. Instantly repost it again. And from the next time, he deleted the repost ചെയ്യുന്നേക്കാൾ എളുപ്പം എന്താ, ചേട്ടൻ അയച്ചു കൊടുക്കുക, ചേട്ടൻ will accept it and then take the approval and post. You post a comment, അതിൽ it shows that you're more affectionate towards your audience. So better you ask ചേട്ടൻ for comment. Your song is looking a little... ഞാൻ ഒരു കാര്യം പറയട്ടെ, മിക്ക റിലേഷൻഷിപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനൊരു കാര്യമില്ലാത്ത റിലേഷൻഷിപ്പ് വളരെ ചുരുക്കവും വിരളവും മാത്രമായിരിക്കും. അത് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെയോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഒരു പേഴ്സണെ മാത്രം സൂചിപ്പിക്കുന്നൊരു കാര്യമായിരിക്കുമോ? എക്സാക്ട്ലി ഞാൻ ചോദിക്കട്ടെ, ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് എൻ്റെ പെണ്ണിൻ്റെ കൈ മറ്റുള്ള ആൾക്കാരും കാണണ്ട എന്നാഗ്രഹിക്കുന്നതിനകത്ത് നാർസിസിസ്റ്റ് ആണോ അതോ കെയർ ആണോ? എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനി പ്രത്യേക ഗുണത്തിലോ കണത്തിലോ പെടാക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ? സ്വന്തം ഗേൾഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെ ക്ലീവേജ് ഇത്ര താഴെ കടന്നു കഴിഞ്ഞാൽ അത് കാണാൻ ആഗ്രഹിക്കുന്നില്ല, അത് പുറമേ ഉള്ള ആൾക്കാരെ കൊണ്ട് കാണിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു കാര്യമായിരിക്കുമോ? എനിക്കറിയത്തില്ല. സ്വന്തം വൈഫ് ഓർ ഗേൾ ഫ്രണ്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അൺഎക്സ്പെക്റ്റഡ്ലി പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് അതുപോലെ എന്തെങ്കിലും ഒരു എക്സ്പോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് നാർസിസിസ്റ്റിക് അബ്യൂസ് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് വരുമോ? അല്ലെങ്കിൽ അതുപോലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ NPD ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയുന്നില്ല. ഇനി അതിന് പ്രത്യേകതരം എന്തെങ്കിലും കൺസിഡറേഷനോ പേരോ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയോട് പറയുന്നത് പോലെ തന്നെ തിരിച്ച് പെൺകുട്ടിക്കും ആളോട് പറയാനും, പെൺകുട്ടിയെ അങ്ങോട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പെൺകുട്ടിക്ക് ഇങ്ങോട്ട് അടിക്കാനും ഒരു റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിനകത്ത് വരുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല.
വരുന്നില്ല. അത് എനിക്കറിയാവുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് സുബലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതില്ലാത്ത റിലേഷൻഷിപ്പ് നമ്മുടെ ഇവിടെ വലുതായിട്ട് സർവൈവ് ചെയ്ത് പോയിട്ടില്ല. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഉണ്ട്, സീരിയസ്ലി ഉണ്ട്. പക്ഷെ വലുതായിട്ട് സർവൈവ് ചെയ്ത് പോയിട്ടില്ല. കുറച്ചും കൂടി എന്താ പറയുക, വാട്ട് ദേ കോൾ ഡെസ്പറേറ്റ് ഓർ സംതിങ് ലൈക്ക് ചേട്ടൻ ഓൺലി സെലക്ട് ദ സോങ്. ഇതേപോലെ തന്നെ നമ്മുടെ കണക്ഷൻസ്, മൈ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, they'll give you the small punishments which make you understand that in order to എന്താ പറയുക not have a conflict, ഈ small punishmentsലൂടെ you will be like, okay, let's avoid the situation, avoid that conversation, avoid this. അപ്പോൾ കുറേ ബ്രാഞ്ചസ് ഉള്ള നമ്മുടെ ഓരോ ബ്രാഞ്ചസിനെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കളയും. ഈ പണിഷ്മെന്റ്സ് എന്താണ്? ചെറുതായിരിക്കും, അതായത് ഈ പറഞ്ഞ സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് പെട്ടെന്നൊരു അഫെക്ഷൻ വിഡ്രോവൽ ആയിരിക്കാം. See, by this time when they start this control factor, they would just get so attached to an extent, like after the first couple of dates, you're taken to their house, their home, you're meeting their family, having lunch with them, and in 3 months the person is talking about engagement, and the family is asking where can we put the engagement, which destination do you prefer, how many people do you want? ഇത് 3 മാസത്തിൽ തന്നെ 3 months into the relationship, it can't എൻ്റെ പൊന്നാളിയാ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ ദൈവമേ. be that fast. It can't be. And for the people, they call you gold digger and all these names, no? For the people like that who have been calling me that, there's one thing I want to make clear, that I would have gotten married to that person and probably that would have ended up in a divorce if I didn't stop the engagement call. I am the one who constantly stopped the engagement call because I knew this was not love, this was just desperation, so that I would quit acting. അപ്പൊ അനു തന്നെയാണ് തീരുമാനിച്ചത്. തീരുമാനിച്ചത് I don't want to get engaged now. Nobody can deny it. Whenever they ask me, I always said, I think this person is really young. I think we need to take a little more time. I think it's not the right time. I am ready. I'm okay. I have time. We can do another thing. If kids are concerned, which you can do egg freezing, all these stuff. But let them take time. Let them grow and all of that. I've postponed this thing so many times in the relationship. Because I understood that this is not because of love. This is desperation to get someone under control. അത് ക്ലിയർ ആയിട്ട് എനിക്ക് അന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും there is something in your gut that says that this is too fast, this is not right, and by that time you are walking on eggshells. You are supposed to feel at peace beside your partner, but you're always worried, like എന്താ പറയുക, how നമ്മൾ അയാളുടെ അടുത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളാണെങ്കിൽ പോലും സൈക്കോളജിക്കലി യു ഹാവ് ടു റിഹേഴ്സ് ദം. ഒരു തവണ മനസ്സിൽ ആലോചിച്ച് വാട്ട് ഇഫ് ഐ സേ ദിസ്, വാട്ട് ഇസ് ദെയർ റിയാക്ഷൻ വുഡ് ബി എന്നുള്ള ഒരു കാര്യം നമ്മൾ റിഹേഴ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരൂട്ടെ. ആൻഡ് വെൻ യു ആർ വാക്കിംഗ് ഓൺ എഗ്ഷെൽസ് ആൻഡ് യു ആർ കോൺസ്റ്റന്റ്ലി ലൈക്ക് അൺസെർട്ടൻ അബൌട്ട് ദ ഡേ. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ ഫേസ്. ദിസ് ഈസ് ഓൾറെഡി സ്കേറി. ദാറ്റ് ഇസ് സ്കേറി. ബട്ട് പീപ്പിൾ ഡോണ്ട്, അതാ ഞാൻ പറയുന്നത്, ഹൗ യു ഗെറ്റ് ഇൻ ടു ദിസ് ഫേസ് ഇസ് വെരി slow and very silent, that you don't even understand you are there. By that time you're deeply in love because families are talking and like that person, I've stayed in their family and the person is staying in your family. It's all serious at this point right now. So you're fixed mentally that this is your person and this is the person you're gonna spend your life with. That's when the real character comes out. Things become way more tighter. The control become more direct. Like, why did I not promote a movie, Dragon? That was one of the most successful film in my career. You will have to let go of so many projects you do. You will know. അതായത് ജോലിയിൽ ഡയറക്റ്റ് ഇന്റർഫിയറൻസ് വന്നു തുടങ്ങി, which was completely under your control. ജോലിയിൽ മാത്രമല്ല, everything when I say ഫാമിലി ഒക്കെ കട്ട് ഓഫ് ആയോ? ഞാൻ പറഞ്ഞില്ലേ, this is not direct cut off. It is like very indirect. നമ്മളെ കൊണ്ട് നമ്മുടെ ചില്ലകൾ മുറിപ്പിക്കും. See, the thing is, at one point, you know, there is something not right about the relationship where, see, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് അയാളെ കുറിച്ച് ഫാമിലിക്ക് നല്ല ഒപ്പീനിയൻ വേണമെന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. സോ വി ഡോണ്ട് ഓപ്പൺ അപ്പ് അബൌട്ട് ദിസ് പേഴ്സൺ ആൻഡ് വാട്ട് ഹാം ദിസ് പേഴ്സൺ ഇസ് കോസിങ് യു, അല്ലെങ്കിൽ ഹൗ ദിസ് പേഴ്സൺ ഇസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഡൂയിങ് സർട്ടൻ തിങ്സ്. സോ യു പ്രൊട്ടക്ട് ഫ്രം ഫാമിലി. അപ്പോൾ ഫാമിലി കട്ട് ഓഫ് ചെയ്തു. ഫ്രണ്ട്സ് ഒബ്വിയസ്ലി ഇത് സഹിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. വെൻ ഐ എം ഷ്രിങ്കിങ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ടു ബി വെരി ഓണസ്റ്റ്, ചേച്ചി എന്നോട് എത്ര പ്രാവശ്യം ഇന്റർവ്യൂ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് വരാഞ്ഞേ? ബിക്കോസ് ഐ വാസ് സ്കെയർഡ് if you would ask how are you and if I would start crying. The scariest question that you would have at that point is how are you, because you might break down any moment. അപ്പോൾ അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയരുത്, നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറയില്ല. ഐ എം വെരി ക്ലോസ് വിത്ത് മൈ സ്റ്റാഫ്. I don't even look into their eyes because I'm scared if I would break down. So you constantly want to protect this person.
And that is like, for them, control is what matters. Pakshe, they put a mask of love in front of that. And then you don't realize it. And slowly, നമ്മുടെ career wise, anxiety എന്ന് പറഞ്ഞാൽ 2 years, ഏകദേശം 1.5 years ആയിട്ട് I've been shooting continuously, ചേച്ചി. I've been on anxiety medications. എനിക്ക് ഒരു സ്ഥലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി എവിടെയെങ്കിലും ഞാൻ അപ്പോൾ ആള് നല്ല there are good days, bad days. Very, very funny kind of explanation, but for people who don't know about narcissistic abuse, imagine having Onion in your life. Like one day he's Remo. Like bhayankara love it. You feel like, how lucky am I to get a person like this in my life? Is this even reality? It's like a dream, not a feeling. പക്ഷെ അത് Next day, you see Onion. ഏറ്റവും brutal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, even if that person is saying someone else stabbing you and killing you, they would not even just turn their head. That kind of extreme. And there is a next day where that person is humbly apologizing, begging you, pleading you, promising you that they'll never repeat this again, crying like a baby. And then again the love bombing. The same cycle goes on and on and on and on. And think about, നമുക്ക് ഈ എക്സ്ട്രീം പെയിൻ തരുന്ന ആൾ തന്നെയാണ് നമ്മുടെ റിലീഫ് അറ്റ് ദാറ്റ് പോയിന്റ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഹാവിങ് ഈ ഡ്രഗ് യൂസേജ് ഒക്കെ പോലെയില്ലേ, അതുപോലെ യു തിങ്ക് ഇനീഷ്യലി യു സ്റ്റാർട്ട് വിത്ത് ലവ്, ബട്ട് ദെൻ they want you to make them your priority. When you prioritize them, this becomes more of an attachment, and then it becomes an addiction. So while I'm sitting here, I'm not saying I was in a very unconditional love scenario. Allah, this becomes an addiction where ആളില്ലാതെ പറ്റില്ല. illada pattilla. That is where they bring you. So to protect that relationship, you keep just putting a bubble over yourself where you stop communicating with everyone else, because everyone else knows. Your family will say no, don't, this is not right. Your friends would say no, don't, not right. To everyone you say you don't understand that person, and you know, I don't know, they are extremely good at manipulating you where നമ്മളായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത പ്രശ്നത്തിന് പോലും ബ്ലെയിം നമുക്കായിരിക്കും. Like this person would have gone to meet friends, the friends would have spoken something about something else, they'll feel bad and they'll blame you for it. അതായത് തിരിച്ചു വന്നിട്ട് ഇറക്കുന്നത് മുഴുവൻ നിങ്ങളുടെ വണ്ടിക്ക്. അതെ. ഈ നാർസിസിസ്റ്റിക് റേജിനെ കുറിച്ച് ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. വാട്ട് ഡസ് ദാറ്റ് റേജ് ലുക്ക് ലൈക്ക്? ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഐ ഡോണ്ട് നോ ഇഫ് യു നോ അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് when you cannot believe it. അതായത് there is a belief that we have, but the truth is extremely opposite to that. You believe a person who love you can never do this to you, but that's actually happening. ഇന്നലെ എന്നോട് അല്ലെങ്കിൽ ലാസ്റ്റ് സെക്കൻഡ് എന്നോട് ഇങ്ങനെ ഇരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനത്തെ ഒരു രൂപം എടുക്കാൻ പറ്റും, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള? അതെ, what you're saying? Yeah, exactly. So coming back to the point, ഞാൻ പറഞ്ഞത്, ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ്. ഞാനിങ്ങനെ റിസർച്ച് ചെയ്തിരുന്നപ്പോഴൊക്കെ വി കെൻ സീ ലൈക്ക് ഡോക്ടേഴ്സ് ഇരുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, സൈക്കോളജിസ്റ്റുകൾ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഐ വാസ് ലൈക്ക്, am I alone in this? കാരണം I have not seen any celebrity or people with power sit and talk about it. That is when I realized ഈ attention seeker, ഈ പറഞ്ഞ social media targeting you and making you, shaming you, calling you like a feminist, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടോർച്ചർ ചെയ്യുന്നില്ലേ, that's exactly why no one has the guts to come and talk about it. എത്ര പേര് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കും? അതുമില്ലേ? That is definitely there, but you know what? After that post, they didn't even recognize that. I have not even mentioned about narcissism. I got 12 calls where these people are people I've not even spoken to them ever before. അതായത് പരിചയമുള്ള ആൾക്കാർ തന്നെ. എനിക്ക് നേരിട്ട് പരിചയം പോലും ഇല്ല. They find my number and they call me, and these people had like 2 men and rest of them are women, and they call me and then tell me എന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത് ബേസിക്കലി ഫിലിം ഫ്രെറ്റേണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കാം. The people you think have a lot of power, independent ആയിട്ടുള്ള, financially independent ആയിട്ടുള്ള, stronger people, you know. They call me and they just start talking, and when they start talking, you feel like they are telling your story. ഇത് എൻ്റെ കഥയല്ലേ, how do you know my story എന്നുള്ള രീതിയിലാണ് നമ്മളത് കേൾക്കുന്നത്. അതായത് അവർ പറയുന്ന കഥയാണെങ്കിലും അവരുടെ പേഴ്സണൽ സ്റ്റോറി ആണെങ്കിലും മനുവിന്റെ സ്റ്റോറിയും ഒരുപോലെ തന്നെ. How ഇവരൊക്കെ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണോ? What is this? How is it so similar? How is the cycle so similar? How is this entire trauma bonding അത് എങ്ങനെ ഉണ്ടാവുന്നുള്ളത്? അതെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കുന്ന
ഒരു പരിധി വരെയുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ്. അത് സ്വന്തം പുറത്ത് കാണിക്കുന്നതല്ല, റിലേഷൻഷിപ്പിനകത്ത് കാണിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ഭാഗത്തും ഇതുപോലുള്ള പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടിരിക്കാം, ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്ത് സംസാരിക്കാനൊന്നുമല്ല, ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രൗഡറാണെന്നും ഈ ഒരു സ്വഭാവം ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആണെന്നും ഇതെനിക്ക് മാത്രം കിട്ടിയ ഒരു കഴിവാണെന്നും ഒക്കെ വിചാരിച്ച് വീണ്ടും അതിൽ തന്നെ മൂവ് ഓൺ ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് വേറൊന്നും പറയാനില്ല. പുറത്ത് നിന്ന് നോക്കുന്നവർക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ അത് മനസ്സിലാകാത്ത ഏക വ്യക്തിയെന്ന് ചോദിച്ചാൽ ഈ നാർസിസിസ്റ്റിക് ഉള്ള ആൾ തന്നെ ആയിരിക്കും. ഓക്കെ, pattern, everything is so similar and there is no awareness. There is one more thing, ചേച്ചി, സൈലൻസിനെ മിക്കവാറും ആൾക്കാർ മെച്യൂരിറ്റി ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ബട്ട് സൈലൻസ് ക്യാൻ ഓൾസോ ബി ബിക്കോസ് ഓഫ് ഫിയർ. പീപ്പിൾ ഓൾവേസ് റിലേറ്റ് സൈലൻസ്. ഇപ്പം നമ്മളൊരു റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ലെങ്കിൽ വി ബിക്കം സൈലന്റ്. ദാറ്റ് ഇസ് മെച്യൂരിറ്റി. ബട്ട് സൈലൻസ് ക്യാൻ ഓൾസോ ബി ബിക്കോസ് ഓഫ് ഫിയർ. പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ റെപ്പർക്കഷൻസ്? ഐ ഹാവ് ബീൻ ത്രൂ സോ മച്ച് ഇൻ മൈ ലൈഫ്. ഞാൻ ഒരുപാട് സൈബർ ബുള്ളിങ് കടന്നു വന്നിട്ടുള്ള ആളാണ്. എനിക്കിപ്പം അനുഭവം പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് കുഞ്ഞിലെ സ്കൂളിൽ പഠിച്ച സമയത്ത് നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിനെ കുറിച്ച് ഉത്തരം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മുഖത്തോട്ട് പോലും നോക്കാതെ സൈലൻ്റ് ആയിട്ട് താഴോട്ട് നോക്കി നേരെ നോക്കി എന്തെങ്കിലും അറിയാവുന്നൊക്കെ രീതിയിൽ നേരെ ബോർഡിലോട്ടോ ടീച്ചറിൻ്റെ മുഖത്തോട്ട് നോക്കി ഇരിക്കും. മനസ്സിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നായിരിക്കും വിചാരിക്കുന്നത്. ഉള്ള കാര്യം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ പേടി കൊണ്ടാ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടത്തരമായി പോകുക എന്നുള്ളൊരു പേടി കൊണ്ടാണ്. ചിലപ്പോൾ മിസ് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് എനിക്ക് ആൻസർ അറിയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗങ്ങൾ അറിയായിരിക്കും, അത് എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് അറിയായിരിക്കും. പക്ഷേ അവിടെയും ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കും. കാരണം എന്താ, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവോ, അപ്പോഴത്തേക്കിന് ഈ കൂടെ ഇരിക്കുന്ന കുട്ടികൾ ചിരിക്കുവോ എന്നുള്ളൊരു പേടിയും ഭയം കാണുമല്ലോ, അതാ. അപ്പം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് പേടി കൊണ്ടും ആകാം, സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കോൺഫിഡൻറ്റ് കൊണ്ടും ആകാം. പറഞ്ഞ കാര്യം എനിക്ക് കൺവിൻസ് ആവുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. And I think I have gone through something so bad. And during this entire scenario, one thing that bothered me mostly was, എന്നെപ്പോലെ ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. എന്നെപ്പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾ അത് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ, എനിക്ക് പറ്റിയൊരു മണ്ടത്തരത്തിനെ കുറിച്ച് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയുക? Who is going to talk about it? That guilt actually made me sit here today and talk about it. കാരണം നമുക്ക് പറ്റിയൊരു അപകടത്തിനെ കുറിച്ച് ഇത്രയും പവർഫുള്ളായിട്ട് നമ്മൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആര് പറയും? ആൻഡ് ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്നതിൽ നെഗറ്റിവിറ്റി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. 100%. ഇപ്പോൾ ഈ 100% ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിൽ 90% നെഗറ്റിവിറ്റി വന്നാലും ബാക്കിയുള്ള 10% വേണ്ടി ഐ എം റെഡി ടു ടേക്ക് ദ 90% ഓഫ് നെഗറ്റിവിറ്റി. ബിക്കോസ് ആ 10% കടന്നു പോകുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് എനിക്ക് നന്നായിട്ട് അറിയാം. The last time I sat with you for an interview, I had a panic attack outside. Not even for you see, basically in a narcissistic abusive relationship, you're not punished for something you have done wrong. You are punished for someone else's insecurities and their traumas. അന്നെന്താ സംഭവിച്ചൊന്നും മനസ്സിലായില്ല. ലൈക്ക് that is how complicated it is. I just don't want to get into the personal details of it because as a human being I അല്ല, അതിവിടെ ഇല്ലായിരുന്നു. അപ്പൊ ടെക്സ്റ്റ് വന്നു. എന്തായിരുന്നു? വാട്ട് ഇസ് ഇറ്റ് that triggered that panic attack? there was something else parallelly going on in that person's life. So directly indirectly the blame is all on you. So അങ്ങനെ ഇരിക്കുന്ന സമയത്ത് how can you even promote? എന്നിട്ട് ആ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ ഞാൻ ചിരിച്ചതിന് I was punished. You get punished for the smallest things. For being nice to people, you start being, and to be very honest, എനിക്ക് നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്നു ഹൗ പ്രൊഫഷണൽ ഐ ആം ആസ് എൻ ആക്ടർ. 2 വർഷം ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. I became that. അൺബിലീവബിൾ. അതായത് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എനിക്ക് വർക്കിനോട് ഭയങ്കര പാഷനായിരുന്നു. എവറി പാർട്ട് ഓഫ് മീ വാസ് ഡെഡ്. I stopped looking at people, I stopped looking into their eyes, I stopped smiling. I even stopped touching my brother, my own brother. പേടിച്ചിട്ട് because of fear of the consequences of consequences. Yes, the consequences. So you're clearly walking on eggshells, and when you are walking on eggshells, everyone around you, your family, your staff, everyone, കാരണം എൻ്റെ മൂഡ് ഒരാളുടെ മൂഡിനെ ബേസ് ചെയ്തിരിക്കും.
If that person is extremely happy, I am very happy. If that person is extremely sad, I am sad. I am stressed. You understand? കുറച്ചൊരു മുഖത്തിലൊരു മാറ്റം വന്നാൽ മതി, I am stressed. എൻ്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ റിവേഴ്സ് എവ്രി വൺ, ഫാമിലി is affected, staff is affected, entire location is affected. We had to stop shooting so many times because I have a mental breakdown and I'll go into the vanity and the makeup ഒക്കെ ഒലിച്ച് പോകും. Again we have to come reshoot again. നമ്മൾ നാർസിസിസ്റ്റിക് റേജിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ലൈക്ക് ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അങ്ങനത്തെ അനുഭവങ്ങളിൽ ഫിസിക്കലായിട്ടുള്ള അബ്യൂസും അല്ലെങ്കിൽ വേർബലി ഉള്ള അബ്യൂസ് അതൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് മാത്രമേ ഇത് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കൺവിൻസ് ആവുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങളുടെ ഫ്രണ്ട് വഴിയോ നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഇവൻ അങ്ങനെയുള്ള ഒരാളല്ലേ അല്ലെങ്കിൽ ഇവൾ അങ്ങനെയുള്ള ഒരാളല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ക്ലിപ്പ് ഞാനിത് കംപ്ലീറ്റ്ലി വെക്കാനുള്ള കാര്യം, ഇത് കാണേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പാതയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് പറ്റിയ ഏറ്റവും വലിയ അവസരമാണ് ഈ പെൺകുട്ടി ഇത്ര ഓപ്പൺ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ ഫ്രണ്ടോ കാര്യങ്ങളോ ഈ ഒരു പാതയിലൂടെ പോകുന്നു എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റിയ ഒരു അവസരമായിരിക്കും. ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളോ ഈ രീതിയിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമായിട്ടും ഇത് കണ്ടാൽ മതി. ഓക്കെ, എല്ലാ കാര്യങ്ങളും നാർസിസിസ്റ്റിക് അബ്യൂസിലേക്ക് കൊണ്ടിടാതെ ചില കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള അവസാനം പറഞ്ഞിട്ടുള്ള കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. ഈ സമാധാനം ഇല്ലാതാകുന്ന ചില പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുക. മാറ്റാൻ കഴിയുന്നതാണെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്നെടുത്ത് മാറ്റുക. കാരണം ഗുഡ് തിങ്സ് ഇനിയും വരും. വരാതെ തന്നെ എവിടെ പോകാൻ, വേറെ എവിടെയും പോകത്തില്ല കേട്ടോ. അപ്പം